ഹായ് മാം, ഞങ്ങൾ ഒരു പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് പൊതുവെ പുറത്തുനിന്നുള്ള ഒരു സംശയമാണ് ഭക്ഷണത്തിലുള്ള ക്രമീകരണങ്ങൾ. അപ്പോൾ അതിലുള്ള ഒരു ഡൗട്ട് ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. നമുക്ക് എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ഒരു പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന സമയത്ത് കഴിക്കാൻ പറ്റുക, അതേപോലെ എന്തൊക്കെ ഫുഡുകളാണ് നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഇത് വളരെ കോമൺ ആയിട്ടുള്ള ഡൗട്ടാണ്. എനിക്ക് പേഴ്സണലി വാട്സാപ്പിലും ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. കാരണം എന്താ വെച്ചാൽ അവർ ഒരുപാട് റീൽസ് കാണുമ്പോൾ ഒരു റീലിൽ പറഞ്ഞ ഫുഡായിരിക്കില്ല അടുത്ത റീലിൽ പറയാം. അവർ പറയും ആ ഫുഡിനേക്കാളും ബെറ്റർ ഇതാണ്. ടോട്ടലി കൺഫ്യൂസ്ഡ് ആണ് മാം, എന്താണ് കഴിക്കാന്ന് ഒത്തിരി പേര് ചോദിക്കുന്നത്. അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, നമ്മുടെ നാട്ടിൽ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ നിങ്ങൾ കൂടുതൽ ഫുഡിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അതോളം നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ. കാരണം നമുക്ക് മിക്കവാറും റീലുകളിൽ ഏറ്റവും കൂടുതൽ സ്പേം പ്രൊഡക്ഷൻ കൂടാൻ നല്ലത് അവക്കാഡോ അല്ലെങ്കിൽ വാൾനട്ട് പോലെ സാധനങ്ങൾ പറയും. അതുപോലെ തന്നെ ഫീമെയിൽസിനാണെന്നുണ്ടെങ്കിൽ കൂടിയും നമ്മൾ ഫ്ലാക്സ് സീഡ്സ് അല്ലെങ്കിൽ അതിൽ എക്സ്പെൻസീവ് ആയുള്ള സാധനങ്ങളിൽ പേര് ഏറ്റവും ആദ്യം കയറി പറയും. പക്ഷെ ഞാൻ എപ്പോഴും പറയാം എന്താ വെച്ചാൽ, അതൊക്കെ ക്വാളിറ്റിയിൽ ആരും പറയുന്നില്ല. പക്ഷെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള അതിൻ്റെ അടുത്ത് തന്നെ ക്വാളിറ്റി കിട്ടുന്ന സാധനങ്ങൾ നമ്മുടെ ചുറ്റിലും ഉണ്ടായിരിക്കും. ഏറ്റവും ആദ്യം എനിക്ക് പറയാനുള്ളത് ലോക്കലി കിട്ടുന്ന ചീര, ഇലക്കറികൾ, ഇത്തരം സാധനങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തുമ്പോൾ നമുക്ക് അതിന് ഫോളിക് ആസിഡ് കിട്ടും. ഓക്കെ, പിന്നെ ചേന, ചേമ്പ്, കാവത്ത് പോലുള്ള സാധനങ്ങൾ. ഓക്കെ, അല്ലെങ്കിൽ അതുപോലെ തന്നെ ശതാവരി കിഴങ്ങൊന്നും ഇപ്പോൾ ഒട്ടും കാണുന്നില്ല. പക്ഷെ അതൊക്കെ വളരെ എന്താ പറയുക നല്ലതാണ്. എസ്പെഷ്യലി ഫീമെയിൽ ഹോർമോൺസിൻ്റെ പ്രോപ്പർ ഫങ്ഷൻസിന് ഫൈറ്റോഎസ്ട്രോജൻസ് റിച്ച് ആയിട്ടുള്ള ഇത്തരം സാധനങ്ങൾക്ക് വളരെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പണ്ട് നാളുകളിൽ ഒരുപാട് ഉപയോഗിച്ചിരുന്നതാണ്. ഇപ്പോൾ അതിനെല്ലാം ഉപയോഗം കുറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത്തരം കിഴങ്ങ് വർഗ്ഗങ്ങൾ ഒരു പുഴുക്ക് രൂപത്തിലൊക്കെ ആക്കിയിട്ട് ഈവനിങ് സ്നാക്കായിട്ട് നമ്മൾ ആദ്യ കാലങ്ങളിലൊക്കെ നമ്മുടെ ഫുഡിൻ്റെ പാട്ട് തന്നെയായിരുന്നു. പക്ഷെ ഇപ്പം അതെല്ലാം മാറി ആ സ്ഥാനത്തേക്ക് നമുക്ക് ഷവർമ, ഷവായി പോലുള്ള സാധനങ്ങൾ, ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ കയറി. അപ്പോൾ നമ്മൾ വീണ്ടും നിങ്ങൾ പ്രഗ്നൻസിക്ക് പ്ലാൻ ചെയ്യുന്ന ആളുകളെങ്കിലും ഇത്തരം സാധനങ്ങൾ, ഇത്തരം ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ കൂടുതൽ ഉൾപ്പെടുത്താൻ നോക്കുക. ഓക്കെ, പിന്നെ എല്ലാം ഫ്ലാക്സ് സീഡ്സ് ഒക്കെ നല്ലത് തന്നെയാണ്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ അതിനോളം ക്വാളിറ്റി നമ്മളെന്താ പറയുക, അണ്ടിപ്പരിപ്പാണ് ഏറ്റവും ബെസ്റ്റ് തന്നെയായിരിക്കും. പക്ഷെ നമുക്ക് കപ്പലണ്ടിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. പക്ഷെ നമുക്ക് ലീസ്റ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ള കപ്പലണ്ടിയും നമുക്ക് ഹെൽത്തി തന്നെയാണ്. മനസ്സിലായില്ല? അപ്പം അത്തരം നമുക്ക് എക്സ്പെൻസ് കുറഞ്ഞ ഐറ്റംസിന് ഒട്ടും ക്വാളിറ്റി ഇല്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അത്തരം പ്രൊഡക്ട്സ് എല്ലാം ഉൾപ്പെടുത്തി ഒരു അരിയുണ്ട പോലെ, അതായത് നമുക്ക് എള്ളുകൊണ്ട് ഉണ്ടാക്കാം. ഓക്കെ, ഇത്തരം നട്ട്സ് എല്ലാം വാങ്ങിച്ച് അതുകൊണ്ട് നമുക്ക് പണ്ട് അണ്ടിപ്പുട്ട് ഉണ്ടാക്കുമല്ലോ, അതിൽ ആ ഒരു ക്വാളിറ്റിയിൽ നമുക്ക് മറ്റ് നട്ട്സുകൾ നിങ്ങൾക്ക് എന്തെല്ലാം ഉൾപ്പെടുത്താൻ പറ്റുമോ അതെല്ലാം ഉൾപ്പെടുത്തി ഒരു ഉണ്ട പോലെ ഉണ്ടാക്കിയിട്ട് സ്നാക്കായിട്ട് നിങ്ങൾക്ക് കഴിക്കാം. ഹെൽത്തിയാണ്. അതിൽ ഷുഗറിന് പകരം നിങ്ങൾക്ക് എന്ത് നാച്ചുറൽ ആയിട്ടുള്ള നമ്മൾ ചക്കര എന്നൊക്കെ പറയില്ലേ, ചക്കര നാച്ചുറൽ, അത് ഉൾപ്പെടുത്താം. അപ്പോൾ ഇത്തരം സാധനങ്ങൾ നിങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്താൻ നോക്കുക. ഓക്കെ, അപ്പം പിന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് സ്ട്രെസ് ഫ്രീ ആയിട്ട് സെക്സ് എൻജോയ് ചെയ്യാൻ നോക്കുക. അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ വേണമെന്ന് പ്ലാൻ ചെയ്ത് നിങ്ങൾ സെക്സ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ടെൻഷൻ കയറി വരും. അപ്പം ഏറ്റവും കൂടുതൽ അവർ നിങ്ങൾ സ്ട്രെസ് ഫ്രീ ആയിട്ട് ലൈഫ് എൻജോയ് ചെയ്യാൻ നോക്കുക. കൂട്ടത്തിൽ ഇത്തരം കാര്യങ്ങൾ ഫുഡിൽ ഇത്തരം ആ ഒരു കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക. എന്നിട്ട് വെള്ളം കുടിക്കുക. പിന്നെ സ്മോക്കിങ്ങോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക. നാട്ടിലെ ഭക്ഷണങ്ങൾ, നല്ല ഭക്ഷണങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തുക. ഹാപ്പി ആയിട്ട് ജീവിക്കുക. എല്ലാം വേഗം സംഭവിക്കും കേട്ടോ.